5 മണിക്ക് തന്നെ നമ്മുടെ കുഞ്ഞടുക്കളയിലെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആദ്യത്തെ കലാപരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ചോറിനുള്ളത് ആദ്യം അടുപ്പത്താക്കും. അരി ഇട്ടതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പോകുകയുള്ളേ. അപ്പോൾ ഇന്നലെ പയർ ഞാൻ കുതിർക്കാനിട്ടിരുന്നു കേട്ടോ, മത്തങ്ങ കറി ഉണ്ടാക്കാൻ. ഇച്ചിരി മത്തങ്ങ പച്ചക്കറിയുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചീര ഇന്നലെ കഴുകി വെക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒന്ന് കഴുകി വെച്ച് മത്തങ്ങ കരിയുടെ നേരത്തെ ഒന്ന് തോർന്ന് കിട്ടുമല്ലോ. ചീരയും ഉള്ളിയും ഉപ്പും എല്ലാം കൂടെ വേവിച്ചതിന് ശേഷം തേങ്ങയും കൂടെ തിരുമ്മി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുതാളിച്ച നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മുടെ കണ്ണിമാങ്ങ ഇന്നലെ ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയതായിട്ട് വേറൊന്നും ഉണ്ടാക്കി. പിന്നെ നമുക്ക് ഇഡ്ഡലിക്കുള്ള മാവാണ്. പിന്നെ സാമ്പാർ ഉണ്ടാക്കണം. അതിന് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, കാരണം നമുക്ക് എടുക്കാനുള്ളത് കൊണ്ട് വിചാരിച്ച് പുറത്തിരിക്കട്ടെ എന്ന്. പിന്നെ ഇത് ഉടച്ചെറിക്കുള്ള അരപ്പാണ്, ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 2 അയലമീനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വറുക്കാതെ കറിക്കൊന്നുമില്ല. അപ്പോൾ അപ്പോഴേക്ക് ശ്രീതു എഴുന്നേറ്റ് വന്നത് ആ യോഗ ചെയ്യേണ്ട ആദ്യം ബ്രീത്തിങ് എക്സസൈസാണ് അവൻ ചെയ്തത്. പിന്നെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ദേവുനൊരു മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട്, കാരണം അവൾക്ക് മീൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും മോനും മീനും പിന്നെ രസവട, എന്നിട്ട് രസവട ഉണ്ടായിരുന്നു. പിന്നെ ദേവൂന് കാപ്പി കൊടുത്ത്. ഇഡ്ഡലി സാമ്പാറും ആയതുകൊണ്ട് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഒരു ഇഡ്ഡലി സാമ്പാർ രാവിലെ കഴിച്ചു. പിന്നെ എല്ലാവരും ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രീദേവിന് സാമ്പാറും ഇഡ്ഡലിയും രസവടയും മതിയെന്ന് പറഞ്ഞ്, അപ്പോൾ അത് കൊടുത്തു വിട്ടു. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു വെച്ചു. ലഞ്ച് ബോക്സുകളെല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ നമ്മുടെ സ്കൂൾ ഈ വർഷം അവസാനിക്കില്ലേ, അപ്പോൾ ടീച്ചറിന് കൊടുത്തുവിട്ട ഗിഫ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു സാരി എടുത്ത് ഞാൻ ദേവുവിൻ്റെ കൊടുത്തു വിട്ടു. കാരണം നമ്മുടെ ഈ വർഷം ഒരു വർഷം കഴിഞ്ഞ് കേട്ടോ, അപ്പോൾ ഈ ടീച്ചർ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട്. അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് എല്ലാ വർഷവും ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും. എന്നിട്ട് അവരെല്ലാം പോയതിന് ശേഷം കുളിച്ചൊരുങ്ങി നേരെ ഞാൻ അമ്പലത്തിൽ പോയി ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ നേരെ യോഗ സെൻറ്ററിലോട്ട് പോയി. അവിടെ ചെന്ന് യോഗയും ചെയ്തിട്ട് ഞാൻ വന്നിട്ട് 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എത്തിയത്. കാരണം വേറെ 2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ തുണികൾ നനച്ചിട്ട്, കാരണം നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് ചെയ്തിട്ട് ആഹാരം കഴിക്കാമെന്ന്. അപ്പോൾ പഴങ്കഞ്ഞിയാണ് ഇന്ന് ഞാൻ എടുത്തത്. പഴങ്കഞ്ഞി കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പഴങ്കഞ്ഞി കുടിക്കും, കാരണം കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് പഴങ്കഞ്ഞി ഉച്ചയ്ക്ക് കുടിച്ചു. ഇതൊക്കെയായിരുന്നു 2 മണി വരെയുള്ള കുഞ്ഞു